ഇജ്ജ് അയാളൊന്ന് വിളിക്കണോ? ഈ താലം പിടിച്ചിക്കണായി കുറെ നേരം ഞാൻ നിൽക്കുന്നത്. ഇത് പൊട്ടിച്ച് കുടിക്കണമെന്ന്. എടാ അയാൾ വണ്ടി നിർത്താൻ വേണ്ടി പോയതാ. അയാളൊന്ന് വന്നോട്ടെ, എന്നിട്ട് പൊട്ടിച്ചാ പോരെ. എന്നാൽ ഈ നേരത്തെ എനിക്ക് ഇവിടുന്ന് ഈ സാധനം കിട്ടിയത്. എന്റെ കൂടെ പണിയെടുക്കണ ഒരുത്തുണ്ടല്ല രാജേഷ്, അവന്റെ കുട്ടിരിക്കലായിരുന്നു. അപ്പോൾ വൈകുന്നേരം വിളിക്കും. അപ്പൊ ഞാൻ ഉണ്ണിയേട്ടനൊക്കെ ഉണ്ട് പോയി. ഓട്ടോറിക്ഷ അട്ടച്ച് പോയത്. അപ്പൊ എന്റെ ബൈക്ക് എവിടെ? എന്റെ ബൈക്കായിട്ട് എന്റെ പണിക്കാരൻ പോയതാണ്. അപ്പൊ പിന്നെ മൂപ്പര വണ്ടിയായിട്ട് ഞാൻ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി മേടിച്ചു വന്നു. ഇജ്ജ് പൈസ കൊടുത്തോ മൂപ്പർക്ക്? എന്തിനാ മൂപ്പർക്ക് പൈസ കൊടുക്കണ്? ഇതിലൊരു ഷെയർ മൂപ്പർക്ക് ഉണ്ടല്ലോ. നല്ല ആളാ. അനക്ക് മൂപ്പര സ്വഭാവം അറിയില്ല. 30 ഉറുപ്പ്യല്ലേ ഉള്ളൂ, കുപ്പിക്ക് 500 ഉറുപ്പ്യല്ലടാ. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് ഒരച്ച, മുതലാളിക്ക് ഒരു രക്ഷ. നിങ്ങളെ വണ്ടി കിടന്നപ്പോ ഉണ്ണിയേട്ടൻ വണ്ടി എന്നില്ല നിങ്ങൾക്ക് കൗത്തി കൂടി മക്കളെ ഉണ്ണിയേട്ടൻ കണ്ടണോ കനത്തില്? ഇതൊന്നും ഒഴുക്കിണ്ടെന്ന് ഉണ്ണിയേട്ടനാളെ പറയാ. ഉണ്ണിയേട്ടൻ ഒഴിക്കണ അത് മാറി. ആരപ്പ കാരണൂര്? ഞാൻ തന്നെ കാരണം ഒരു കുട്ടിയെ അങ്ങോട്ട് കൊണ്ടായി. ഇത് ഉണ്ണിയേട്ടൻ കുടിച്ചോളാ കുട്ടിയെ. ആലിക്കാക്കാന്റെ ബീഫ് ഫ്രൈ അല്ലേ? ആ ബീഫ് ഫ്രൈ മൊത്തം തിന്ന് തീർത്തിട്ട. ഞാൻ എന്നോട് എന്താ പറഞ്ഞു? രണ്ട് പോറാടെ കൂടി മേടിച്ചിട്ട് വന്ന കൂട്ടാണെങ്കിൽ അരിയ മൈദ മൈദ അരിയ അരിയ മൈദാണല്ലേ? അരിയാടോ. ഞാൻ അപ്പോഴും പറഞ്ഞില്ല ഇത് വണ്ടിയും വലിയാവും. മൈദ അരിയത്, മൈദ അരി, മൈദ അരിയ, മൈദല്ലടാ, അത് അരിയ. മൈദല്ലേ മൈദല്ലേ അല്ലേ? ഇയാളഞ്ച് മര്യാദയ്ക്ക് കൊണ്ടുപോയിക്കോ. ഞങ്ങൾ അടിച്ച് കണ്ണു മോന്ന് ഞാൻ പൊട്ടിക്ക്. ഞാൻ പരപ്പരാന്ന് പിടിക്കുന്നേക്ക് മൈദ മൈദ തന്നെ ആവൂ, അരി ആവൂല. എന്റെ ഉണ്ണിയേട്ടാ, മൈദയാണ്. നിങ്ങൾ അതിൽ ഉറപ്പിക്കുവോ? മൈദ മൈദ അരിയല്ലല്ലേ? മൈദയാണെന്ന്. മൈദ ഉണ്ണിയുടെ മൈദയിൽ ഉറപ്പിച്ച് കുട്ടിയെ, ഉണ്ണിയുടെ മൈദയിൽ ഉറപ്പിച്ച്. എനിക്ക് ഞാൻ ആരേറ്റും ഒന്ന് കോർക്കണം, എനിക്ക് ആരേറ്റും ഒന്ന് വെച്ച് കെട്ടണം കുട്ടിയെ. എനിക്ക് ആരെങ്കിലും ഒപ്പിച്ചോണ്ട, എന്നാലേ ഉണ്ണിയേട്ടനൊരു സാറുള്ളൂ. എടാ ഇയാള് ഒരാളെ തല്ലാൻ മുട്ടിച്ചു കൊടുക്കണം എന്നുള്ള പറഞ്ഞത്. മൈദനല്ലേ കുട്ടായി? മൈദല്ല. എടാ ഇയാളെ സ്വഭാവം കറിയില്ലേ? ഇയാൾ രണ്ടെണ്ണം വിട്ട് കഴിഞ്ഞാല് ആരെങ്കിലും നെഞ്ഞത്ത് കുതിര കയറിയിട്ട് ഇയാൾ പെരേ പോകാറുണ്ട്. ആരെങ്കിലും കിട്ടുമോ നോക്ക്. നമ്മക്ക് ഇവിടുന്ന് കഴിച്ചിലാണെങ്കിൽ ആരെങ്കിലും മുട്ടിച്ചു കൊടുത്തോളാം. ഈ നേരത്തൊക്കെ ഇയാൾക്ക് തല്ലാൻ ആരെ മുട്ടിച്ചു കൊടുക്കാനോട് നമ്മള്? മൈദ അരിയ കുട്ടാ. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഉണ്ണിയാട്ടാണ്ട് മാറിക്ക്. ഇവിടെ ആരോ വരുന്നുണ്ടല്ലോ അവിടുന്ന്, ഓനെ മുട്ടിച്ചു കൊടുത്തോളാം. അതാ KSRTC കണ്ടക്ടർ അല്ലടാ. എന്താ ഉണ്ണിയേട്ടാ? അതാ നാള് KSRTC ഒരാൾക്ക് തൂറാൻ മുട്ടിച്ച് ഇജെന്താ ബസ് നിർത്താൻ? ഉണ്ണിയേട്ടാ, അതിന് നിങ്ങൾ ഇന്റെ ബസ് കയറിയിട്ടില്ലല്ലോ. എന്താണ് ഉണ്ണിയേട്ടാ? ഞാൻ കേറണ്ടാ. ഇത് ഞാൻ KSRTC തമ്മിലുള്ള പ്രശ്നമാണ്. മുണ്ടരുത്. പെണ്ണുങ്ങൾക്ക് KSRTC ഫ്രീ, അപ്പൊ ഞങ്ങൾക്കോ
ഇതിന് ഉത്തരം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഹേയ് എന്താണ് നിങ്ങൾ ഇയാളൊന്ന് ഒഴിവാക്കണേ, ഞാൻ പണി കഴിഞ്ഞ് വരില്ലേ. ഹേയ് ഹേയ് ഒന്ന് ഒഴിവാക്കി തരും, ഞാൻ വീട്ടിൽ പോട്ടെ. ഉണ്ണിയേട്ടാ ഇങ്ങടിക്ക്. ഉണ്ണിയേട്ടാ, ഇങ്ങട് മാറി, ഇങ്ങട് മാറി, ഇങ്ങട് മാറി, ഇങ്ങട് മാറി, ഇങ്ങട് മാറി, ഇങ്ങട് മാറി, ഇങ്ങട് മാറി. ആ ചെങ്ങായി ഞാൻ ആളെ കൂട്ടി വരുമോ? അന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വണ്ടിയും വരൊന്നും വേണ്ടാന്ന്, ഉള്ള മൂടും പോയി. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ട് പോലെ ഉണ്ണിയേട്ടൻ പൊട്ടട്ടാ. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? എന്റെ ഓട്ടോറിക്ഷ പൈസ 30 റുപ്യ തന്നില്ല.